അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. വന്ദന ദശയുടെ അടുത്ത് പോയി. ദശ അടുക്കളയിൽ ജോലിയിലായിരുന്നു. ദശ വന്ദന വിളിച്ചു. എന്താ മാം? തിരിഞ്ഞു നോക്കി ദശ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. ഈ രുദ്രനെ കയ്യിലെടുക്കുന്നത് എങ്ങനെയാ, അതൊന്ന് പറഞ്ഞുതരാമോ? അടുക്കള സ്ലോപ്പിൽ ചാരിന്ന് കൈകെട്ടി വന്ദന ചോദിച്ചു. അതെൻ്റെ പണിയില്ല മാഡം. എനിക്കെന്നത് എങ്ങനെയാ രുദ്രൻ സാറിനെ നോക്കുക എന്നതാണ്, അല്ലാതെ കയ്യിലെടുക്കുന്ന വിദ്യയൊന്നും എനിക്കറിയില്ല മാഡം. ദശ ജോലി ചെയ്തുകൊണ്ട് പറഞ്ഞു. എല്ലാവരും പറയുന്നു രുദ്രനെ നോക്കുന്നത് ദശയാണ്, അവൾക്ക് മാത്രമേ രുദ്രനെ അടക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ചോദിച്ചതാ. വന്ദന ചിരിയോടെ പറഞ്ഞു. എൻ്റെ മാഡം, എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വേണ്ടി വന്ന് കിടന്നും കൊടുക്കും അല്ലയോ? വന്ദന പറഞ്ഞു തീരുന്നവനെ ദശ വന്ദനയുടെ കവിളിൽ ആഞ്ഞു തല്ലി. വന്ദന കവിളിക്ക് വെച്ച് ഞെട്ടലോടെ ദശയെ നോക്കി. ദശയുടെ കണ്ണിൽ ദേഷ്യത്തിന്റെ കനൽ. എല്ലാവരും ഭയത്തോടെ അവരെ നോക്കി. ദശ ഒരു അലറൽ ശബ്ദം കേട്ട് എല്ലാവരും പേടിയോടെ തിരിഞ്ഞു. ഹാളിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഈശ്വരി ദേഷ്യത്തിൽ നിൽക്കുന്നു. വന്ദന ഓടിച്ചെന്ന് ഈശ്വരിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മോളെ, ആകെ പ്രശ്നമായല്ലോ? പേടിയോടെ കുമാരി ചോദിച്ചു. ദശ ഒന്നും മിണ്ടാതെ ഹാളിൽ പോയി നിന്നു. ഈശ്വരി ദശയുടെ അടുത്തുനിന്ന് ദശയുടെ കവിളിൽ ആഞ്ഞു തല്ലി. കേവലം ജോലിക്കാരിയായി നീ ഈ കൊട്ടാരത്തിന്റെ മൂത്ത മരുവളെ തല്ലിയോ? ദേഷ്യത്തിൽ ഈശ്വരി ചോദിച്ചു. ദക്ഷ ഒന്നും മിണ്ടാതെ നിന്നു. സ്റ്റെപ്പിൽ നിന്ന് രുദ്രൻ ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്നു. എന്താ മമ്മ? രുദ്രൻ ഈശ്വരിയുടെ അടുത്തുനിന്ന് ദശ നോക്കിയോട് ചോദിച്ചു. ഇവൾ വന്ദനെ തല്ലി. നിന്റെ പെണ്ണിനെയാണ് തല്ലിയത്. ഇവളെ പിരിച്ചുവിട്. ഇവൾ നമുക്ക് എന്തിനാ മോനെ? കേവലം ഒരു ജോലിക്കാരുടെ കൈ നമ്മുടെ വന്ദനെ അടിക്കുമെന്ന് വെച്ചാൽ നാണക്കേട്. പുച്ഛത്തോടെ ഈശ്വരി പറഞ്ഞു. വന്ദന പാവമായി കരഞ്ഞോണ്ടിരുന്നു. രുദ്രൻ കള്ളച്ചിരിയോടെ ദശയുടെ അടുത്ത് പോയി. എന്താണ് സംഭവിച്ചത്? രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു. നിങ്ങൾ എന്നെ ജോലിക്കേർത്തോ അതോ നിങ്ങളുടെ കൂടെ കടപ്പുറം പങ്കിടാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നോ? ദശ ദേഷ്യത്തിൽ ചോദിച്ചതും രുദ്രൻ ദേഷ്യത്തിൽ ദശയെ അടിച്ചു. ദശ കവിളിൽ കഴിച്ച് ചിരിച്ചു. എല്ലാവരും അമ്പരപ്പടെ നോക്കി. വന്ദന കണ്ണും തുടച്ചുകൊണ്ട് നോക്കിയിരുന്നു. ഇത് തന്നെയാ ഞാനും ചെയ്തത്. എന്നോട് ചോദിച്ചതിന് ഞാൻ കൊടുത്ത ഉത്തരവാണ് സാർ എനിക്ക് ഇപ്പോൾ തന്നത്. ദശ ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാൽ അടിക്കുകയല്ല വേണ്ടത്, കൊല്ലിയാണ് ചെയ്യേണ്ടത്. രുദ്രൻ ദേഷ്യത്തിൽ വന്ദനയുടെ അടുത്ത് വന്നു. വന്ദന പേടിയോടെ ഈശ്വരിയുടെ പുറകിൽ ഒളിച്ചു. രുദ്രൻ വന്ദനയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ മുന്നിൽ നിർത്തി. ഈശ്വരി അവിശ്വസനീയതയോടെ നോക്കിയിരുന്നു. ഇതെന്റെ വീടാണ്. ഇവിടെ ഞാൻ പറയുന്നതാണ് അവസാനത്തെ വാക്ക്. ഇവൾ എൻ്റെ കൂടെ കിടക്കും കിടക്കാതിരിക്കും. അത് ചോദിക്കാൻ നീ ഇവിടുത്തെ ആരാ? അല്ല, ഞാൻ പറഞ്ഞോ നിന്നെ ഞാൻ കെട്ടുമെന്ന്? ഇല്ലല്ലോ. പിന്നെ എന്തിനാടി നീ ഭരിക്കുന്നത്? നരസിംഹ കൊട്ടാരം കണ്ട തെരുവ് ഉള്ളതല്ല. രുദ്രൻ പകുതിയിൽ പറഞ്ഞു നിർത്തി. രുദ്ര, ഈശ്വരി ദേഷ്യത്തിൽ അലറി. രുദ്രൻ സംസാരം നിർത്തി ഈശ്വരിയെ നോക്കി. നീ അതിരടക്കുന്നു. ഈശ്വരി ശാസിച്ചു. ഇല്ല മമ്മ, എന്റെ തീരുമാനം, എന്റെ വാക്ക്, അതാണ് ഇവിടുത്തെ അവസാനത്തെ തീരുമാനം. മമ്മ ഇതിൽ ഇൻവോൾവ് ആകണ്ട. ദശ, അവളെ നിയമിച്ചത് ഈ ഞാനാണ്. അവളിൽ അധികാരം ഈ എനിക്ക് മാത്രമേ ഉള്ളൂ, മമ്മയ്ക്ക് പോലുമില്ല. രുദ്രൻ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. വന്ദന ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിൽ പോയി. ഈശ്വരി ഒന്നും ചെയ്യാനാതെ നിന്നു. മോളെ, കട്ടിലിൽ കിടന്ന് കരയുന്ന വന്ദനയുടെ അടുത്ത് ഈശ്വരി വന്നു. വന്ദന അപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. മോളെ, രുദ്രനെ കയ്യിലെടുക്കാൻ ഇച്ചിരി പാടാണ്. അവനെ കയ്യിലാക്കാൻ മോള് വെള്ളം കുടിക്കേണ്ടി വരും. വെള്ളം കുടിച്ചാലും സാരമില്ല. മോള് അവൻ്റെ പെണ്ണാകണം. അവനിൽ നീ അടുക്കണം. സ്നേഹത്തോടെ ഈശ്വരി പറഞ്ഞു. ആൻറ്റി, എന്നെ കൊണ്ട് പറ്റുമോ? മുഖം നോക്കാതെയുള്ള പെരുമാറ്റം. ഞാൻ ഒരു പെണ്ണല്ലേ, എന്നിട്ടും ഒരു ദയയില്ലാതെ അടിച്ചു. വന്ദന എഴുന്നേറ്റ് ഈശ്വരിയെ നോക്കി ചോദിച്ചു. അതൊക്കെ ശരിയാകും. മോളിപ്പോൾ സമാധാനത്തോടെ കിടക്ക്.
ഈശ്വരി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പോയി. രുദ്രൻ ഡ്രൈവിംഗിലായിരുന്നു. ആ സമയം രുദ്രന്റെ ഫോൺ റിംഗ് ചെയ്തു. രുദ്രൻ മൊബൈൽ എടുത്ത് കാതിൽ വെച്ചു. നിനക്കുള്ള ചാലഞ്ച് റെഡിയായി. ഇന്ന് രാത്രി നിന്റെ മുന്നിൽ ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടുവരും. നീ തൊടില്ല. തൊട്ടാൽ ഞാൻ തോറ്റിരിക്കുന്നു. അഭിലാഷ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അത് ഞാൻ പറയണം. രുദ്രനോട് പറ്റുവെക്കല്ലേ മോനെ. രുദ്രൻ തോൽക്കില്ല. രുദ്രൻ ചിരിയോടെ പറഞ്ഞു. നമുക്ക് നോക്കാം മോനെ ദിനേശ. ഇപ്രാവശ്യം ഞാൻ ജയിക്കും. ഒരിക്കലെങ്കിലും ഈ കൊമഡിയൻ ജയിച്ചോട്ടെ. എന്നാൽ നമുക്ക് കളത്തിൽ സന്ധിக்கலாம். അഭിലാഷ് പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ ഫോൺ വെച്ചു. രുദ്രൻ ചിരിയോടെ മീശയെ പിരിച്ചു. ഈ രുദ്രന് പ്രണയമോ? മണ്ണാങ്കട്ട. ഇന്നത്തോടെ അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കും. രുദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു. ദശ എല്ലാവർക്കും ചായ എടുത്തു കൊടുത്തു. വന്ദന ദശയെ അമർഷത്തോടെ നോക്കിയിരുന്നു. അതൊന്നും കാര്യമാക്കാതെ ദശ എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ട് കുതിരട്ടി എടുത്തുകൊണ്ട് രുദ്രന്റെ മുറിയിൽ പോകാൻ നിന്നു. ഹലോ, വന്ദന വിളിച്ചു. ദശ തിരിഞ്ഞ് വന്ദനയെ നോക്കി. രുദ്രന് ഞാൻ കൊണ്ടു കൊടുത്തോളാം. വന്ദന മേടിച്ചുകൊണ്ട് പറഞ്ഞു. ദശ ഒന്നും മിണ്ടാതെ കൊടുത്തുകൊണ്ട് അടുക്കളയിൽ പോയി. വന്ദന ചിരിയോടെ രുദ്രന്റെ മുറിയിൽ പോയി. കുറച്ചു സമയമായതും രുദ്രൻ താഴെ വന്ന് ദശയെ വിളിച്ചു. ദശ ഒന്നും മിണ്ടാതെ ഹാളിൽ വന്നിരുന്നു. രുദ്രൻ ദശയുടെ അടുത്ത് വന്നു. ഇന്നെനിക്ക് അടി ഉറപ്പാണ്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് രുദ്രനെ ദശ നോക്കി. നിന്നോടാരാ ഇവളുടെ കയ്യിൽ ടീ കൊടുത്തുവിടാൻ പറഞ്ഞത്? രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ മാഡം ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു, അല്ലാതെ എന്തോ ചെയ്യാൻ? ദശ ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. രുദ്രൻ ദശയുടെ കവളി തല്ലി. വിചാരിച്ചു എനിക്കിട്ടി എന്നെ പടക്കം പൊട്ടിക്കുമെന്ന്. മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു കൂസലില്ലാതെ ദശ നിന്നു. എന്റെ കാര്യം നീ നോക്കാതെ വേറെ വല്ലവരും നോക്കിയാൽ അടി നിനക്കെന്നെ കിട്ടും. അതുകൊണ്ട് നീ നോക്കിയെടുത്ത് നടന്നോ? മനസ്സിലായോ? രുദ്രൻ ഉച്ചത്തിൽ ചോദിച്ചു. ആ, മനസ്സിലായി, ദശ പറഞ്ഞു. എന്ത് മനസ്സിലായി? ദശയുടെ അടുത്തുനിന്ന് രുദ്രൻ ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് ചെണ്ടയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റിന് എന്നെ എടുത്ത് ചെണ്ട തല്ലുന്ന പോലെ തല്ലുന്നത്, ദശ കലിപ്പോടെ പറഞ്ഞു. രുദ്രൻ ദശയുടെ മുഖഭാവം കൊണ്ട് ഒന്നും മിണ്ടാതെ മനസ്സിൽ ചിരിയോടെ പുറത്തുപോയി. വന്ദന ഒന്നും മിണ്ടാതെ ദശയെ നോക്കിക്കൊണ്ട് ഈശ്വരിയെ നോക്കി. ഈശ്വരി മുറിയിൽ അങ്ങും നടന്നുകൊണ്ട് എന്തോ ആലോചിച്ചു. എന്താ ഇത്ര ആലോചന? പുരുഷോത്തമൻ ഈശ്വരിയുടെ അടുത്തൊന്ന് ചോദിച്ചു. രുദ്രന്റെ ദശയുടെ അടുത്ത് എന്തെങ്കിലും സോഫ്റ്റ് ഓണർ ഉണ്ടോ എന്നൊരു സംശയം. ഈശ്വരി തിരിഞ്ഞ് പുരുഷോത്തമനെ നോക്കി ചോദിച്ചു. ഏയ്, രുദ്ര ഒരിക്കലും പ്രണയിക്കില്ല. അവളെ അവൻ സ്നേഹത്തോടെ ഒരു നോട്ടം പോലും നോക്കുന്നില്ല. പിന്നെയാ സോഫ്റ്റ് ഓണർ, ചിരിയോടെ പുരുഷോത്തമൻ പറഞ്ഞു. നോ, അവന്റെ അടിപോലും അവളോടുള്ള സ്നേഹവും പ്രണയവും കരുതലുമാണ് കാണിക്കുന്നത്. എനിക്കെന്തോ ആ അമ്പലത്തിൽ വെച്ച് നടന്നത് സത്യമാകുമോ എന്ന് ഭയക്കുന്നു, പേടിയോടെ ഈശ്വരി പറഞ്ഞു. ദശ നല്ല കുട്ടിയാ, ഞാൻ പറഞ്ഞതാ നിന്നോട്. രുദ്രന് ചേരുന്നത് ദശയാണെന്ന് നീ കേട്ടില്ല. വിധിയെന്തോ അത് നടക്കട്ടെ, പുരുഷോത്തമൻ പറഞ്ഞോണ്ട് പോയി. അങ്ങനെ നടന്നാൽ ഈ ഈശ്വരി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതിന് വിടാൻ പാടില്ല, ഈശ്വരി മനസ്സിൽ പറഞ്ഞു. അല്ല ദശ, എത്ര അടി നീ കൊള്ളുന്നു, എന്നിട്ടും ഒരു കൂസലില്ലാതെ രുദ്രനെ ചൊറിയാൻ പോകുന്നു, സദ്യ ദശയുടെ അടുത്തൊന്ന് പറഞ്ഞു. അങ്ങേരും ഒരു കൂസലില്ലാതെ എന്നെ അടിക്കുന്നല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചൊറിയാൻ കാണിക്കണം? അങ്ങേരെ അടി നിർത്തട്ടെ, എന്നിട്ട് ഞാൻ നിർത്താം ഈ ചൊറിച്ചിൽ, ചിരിയോടെ ദശ പറഞ്ഞു. അവസാനം ദശ രുദ്രദേവ് എന്നാകുമോ? ഞങ്ങളൊക്കെ മേഡം വിളിക്കേണ്ടി വരുമോ? സദ്യ കളിയാക്കി. ഓ പിന്നെ, ദശ കളിയോടെ പറഞ്ഞോണ്ട് പോയി. രുദ്രൻ മുണ്ട് ഷർട്ടും അണിഞ്ഞ് പെർഫ്യൂമൊക്കെ അടിച്ച് അഭിലാഷിന്റെ മുന്നിൽ വന്നിരുന്നു. എന്താടാ, ഇന്നലെ സന്തോഷമാണല്ലോ? രുദ്രന്റെ അടുത്തുനിന്ന് അഭിലാഷ് ചോദിച്ചു. പിന്നെ കുറെ ആയല്ലോ പെണ്ണിനെ തൊട്ടിട്ട്, ഇന്ന് ആഹ്ലാദിക്കണം, രുദ്രൻ കൈമുറിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നതെന്ന്. ഓടിക്കാറും ഒരു വീടും എനിക്ക് സ്വന്തം, അഭിലാഷ് ധൈര്യത്തോടെ പറഞ്ഞു. നീ പെണ്ണിനെ കാണിക്ക്, എനിക്ക് കൊതിയായിട്ട് വേല, കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു.
പെണ്ണ് മുറിയിലുണ്ട്, നീ പോ. എന്നാളിയാ, ആൾ ദി ബെസ്റ്റ്. കൈ കൊടുത്തുകൊണ്ട് അഭിലാഷ് അവനെ വിട്ടു. രുദ്രൻ മീശ പിരിച്ചുകൊണ്ട് മുറി നോക്കി നടന്നു. നീ തോൽക്കും മണി, നീ പ്രണയിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി. അഭിലാഷ് രുദ്രൻ പോകുന്നത് നോക്കി പറഞ്ഞു. രുദ്രൻ മുറിയിൽ കയറി. മുറിയുടെ അകത്ത് ഒരു പെണ്ണ് തിരിഞ്ഞു നിൽക്കുന്നു. അടർന്ന മുടി, വെള്ള സാരി എടുത്ത് ജനാലയിലൂടെ പുറം കാഴ്ച നോക്കിയിരുന്നു. രുദ്രൻ ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്ത് പോയി. അപ്പോഴും അവൾ തിരിഞ്ഞു നോക്കാതെ നിന്നു. സാരിയുടെ ഇടയിലൂടെ വയറ് കാണുന്നു. രുദ്രൻ മെല്ലെ വയറിൽ കൈവച്ച് വയറിനെ അമർത്തി പിടിച്ചു. പുറത്ത് അഭിലാഷ് ഭയത്തോടെ നിൽക്കുന്നു. രുദ്രൻ അവളെ മെല്ലെ പിടിച്ച് തിരിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ വയറിൽ പറ്റി പിടിച്ച കൈ പെട്ടെന്ന് രുദ്ര എടുത്തു. രുദ്രന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. രുദ്രന്റെ കൈ മുറുകി. അവളുടെ കഴുത്തിൽ പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് ഏറിലാക്കി. അവളുടെ കാലുകൾ നിലത്ത് ചവിട്ടാനാകാതെ പിടഞ്ഞു. തുടരും.